ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു 10 മിനിറ്റ് മതി ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരുപാട് സാധനമൊന്നും ആവശ്യമില്ല, കുറഞ്ഞ സാധനങ്ങളെ നമുക്ക് മെയിനായിട്ട് 2 സാധനം ഇതിൽ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചെറിയൊരു അബദ്ധവും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനും ഞാനിതാ മേരി ഗോൾഡിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ ഇതുപോലത്തെ ബിസ്ക്കറ്റായിരിക്കും ഒന്നും കൂടി നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയെടുക്കാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കോഫിയാണ്. 1/2 ടീസ്പൂൺ കോഫിയിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് ഈ ഒരു കോഫി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതാ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് ഞാനിപ്പോൾ 2 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. 2 ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 2 പാർട്ടാക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് ഒറ്റ ഫ്ലേവറിൽ ചെയ്യാനാണെങ്കിൽ താല്പര്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ന്യൂട്രല്ലയാണ്. 1 ടേബിൾ സ്പൂണ് ന്യൂട്രല്ല എടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലായിരിക്കും നല്ലത്. എല്ലാ സൈഡിലും ഒരേ രീതിയിലെത്തും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് റെഡ് കളറാണ്. ഒരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രല്ലയ്ക്ക് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ചേർക്കാം. ഗാലക്സി പോലത്തെ ഏതെങ്കിലും ചോക്ലേറ്റ് ചേർത്താലും മതി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ട്രേ എടുത്തിട്ടുണ്ട് പുഡിങ്ങിൻ്റെ. അതിലേക്ക് ഇതാ ബിസ്ക്കറ്റ് ഇതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു കോഫിയുടെ. അതിലേക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് മുക്കിയെടുത്തിട്ട് നമുക്ക് ട്രേയിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിതാ ബിസ്ക്കറ്റൊക്കെ ട്രേയിലേക്ക് നല്ലോണം നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം ചേർക്കുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ന്യൂട്രല്ല ചേർത്തിട്ടുള്ള ഈ ഒരു ക്രീമാണ് ഞാൻ ആദ്യത്തെ ലെയറായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് 2 ഫ്ലേവറിൽ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ 2ഉം ന്യൂട്രല്ലയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ലെയറായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കിയിട്ട് വീണ്ടും നിരത്തി വെച്ച് കൊടുക്കാം. കയ്യിൽ ക്രീമോ അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ മുകളിലായിട്ട് ഇതാ ക്രീം തേച്ച് കൊടുക്കാം. നമ്മുടെ റെഡ് കളർ ചേർത്തിട്ടുള്ള ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇതാ ഒരു വൈറ്റ് കളറിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് ഒരു നോസിൽ വെച്ചിട്ടൊന്ന് ഒരു ചെറിയൊരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 സൈഡും അങ്ങനെ ഫ്ലവറൊക്കെ വരച്ചിട്ട് മുകളിൽ മുഴുവനായിട്ടും നട്ട്സൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. ഞാനിതാ ഇതുപോലെ ഫ്ലവറൊക്കെ വരച്ച് ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം നല്ല ഒരു മൊഞ്ചുള്ളൊരു നല്ലൊരു പുഡിങ്ങായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് ട്രൈപോഡും അതുപോലെ തന്നെ ഫോണും കൂടി ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ അങ്ങ് വീണു. അപ്പോൾ ഫോണ് ഈ ഒരു നടുക്കാണ് വീണത്. ഈ ഒരു സമയത്ത് ഈ ഒരു സെൻറ്റർ ഭാഗം അങ്ങ് കുറച്ചൊന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു ഭാഗം. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ഞാനൊന്ന് ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്യാൻ സമയത്താണ് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. കൈ തട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ആദ്യത്തെ ഈ ഒരു മൊഞ്ചി ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ ഒരു മൊഞ്ചി ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൊളായിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തു. എന്നിട്ട് ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലോണം തണുപ്പിച്ചിട്ട് ആണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റിനൊന്നും മാറ്റമില്ല. എന്നാലും നമ്മുടെ ഈ ഒരു പുഡിങ് ചെറിയൊരു സംഭവം ഉണ്ടായി. അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. നമുക്കൊരു വിശേഷപ്പെട്ട ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ കിടിലൻ പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത, കമൻറ്റ് ചെയ്ത. താങ്ക് യു.